ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏകദേശം അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി ഇത് ഫിനാലെ വരെയോളം എത്തിക്കുക എന്നുള്ള ആ ഒരു ചടങ്ങ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി വേണമല്ലോ. അതിനുവേണ്ടി ഇന്ന് രാവിലെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവന്നു. ഫൺ ടാസ്ക് ആയിരുന്നു. കോഴിയും കുറുക്കനുമാണ് ടാസ്കിന്റെ പ്രത്യേകത. ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൽ കോഴികളായിട്ട് ഒരു കൂട്ടം ആൾക്കാർ നിൽക്കണം. കുറുക്കനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഋഷിയാണ്. ബാക്കിയുള്ളവരെല്ലാവരും കോഴികളാണ്. അപ്പോൾ കോഴികൾക്ക് നിൽക്കുവാനുള്ള വൃത്തത്തിൽ അവരെ നിർത്തിയതിനു ശേഷം ബിഗ് ബോസ് ഒരു പാട്ടിടും. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് കോഴികളെല്ലാവരും കൂടി അതിനകത്ത് ഡാൻസ് ചെയ്യണം. ഈ വൃത്തത്തിന്റെ ചുറ്റിലുമായിട്ട് കുറേ ബലൂണുകളാണെന്ന് തോന്നുന്നു, തീറ്റകളായിട്ട് ഇങ്ങനെ വാരി ചിതറിയിട്ടിട്ടുണ്ട്. പാട്ട് നിൽക്കുന്ന സമയത്ത് കോഴികൾ പെട്ടെന്ന് ചാടി വൃത്തത്തിന് പുറത്തിറങ്ങുകയും ആ സമയത്ത് തീറ്റകൾ കളക്ട് ചെയ്യുകയും തുടർന്ന് ഈ ഗാർഡൻ ഏരിയയുടെ ചുറ്റിലുമായിട്ട് നിശ്ചിത സ്ഥാനങ്ങളിൽ 7 കൂടുകൾ വെച്ചിട്ടുണ്ട്. കൂട്ടിനുള്ളിൽ കോഴികൾ കയറി കഴിഞ്ഞാൽ പിന്നെ കുറുക്കൻ അവരെ പിടിക്കുവാൻ കഴിയില്ല. ഏറ്റവും അധികം തീറ്റ ശേഖരിക്കുന്ന കോഴിയാണോ വിജയിക്കുന്നത്, അതോ അവസാന സമയം വരെയോളം കുറുക്കന് പിടികൊടുക്കാതെ കളിക്കുന്ന കോഴിയാണോ വിജയിക്കുക എന്നുള്ളത് എനിക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും പാട്ട് ആരംഭിച്ചു, പാട്ട് അവസാനിച്ചു. ആ സമയത്ത് ആദ്യം തന്നെ ജാസ്മിൻ എന്ന കോഴിയാണ് പിടിക്കപ്പെട്ടത്. ജാസ്മിൻ കോഴി എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഋഷി എന്ന കുറുക്കന്റെ മുമ്പിൽ പതുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ആദ്യമേ കാണുവാൻ കഴിഞ്ഞത്. രണ്ടാമത് നോറ എന്ന കോഴിയും, മൂന്നാമത് സിജോ എന്ന കോഴിയും, നാലാമത് അഭിഷേക് എന്ന കോഴിയും പിടിക്കപ്പെട്ടു. ഓരോ കോഴികളെ പിടിക്കുമ്പോഴും ഓരോരോ കൂടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ അവസാനം വന്നപ്പോഴേക്കും ജിൻഡോയും അർജുനും 2 കോഴികൾ മാത്രം അവശേഷിക്കുന്നു. ഒരു കൂട് മാത്രമേ ഉള്ളൂ. ഈ ഒറ്റ കൂടിനകത്തേക്ക് ആദ്യം ആരാണോ തീറ്റ ശേഖരിച്ചുകൊണ്ട് കയറുന്നത് ആ കോഴിയായിരിക്കാം ജയിക്കാൻ സാധ്യതയുള്ളത്. ഒടുവിൽ ജിൻഡോ കോഴിയും അർജുൻ കോഴിയും കൂടി കൂടിനെ ലക്ഷ്യമാക്കി പായുന്നു. പക്ഷേ ജിൻഡോ കോഴിയെ കുറുക്കൻ ഇടയിൽ വെച്ച് പിടിക്കുന്നുണ്ട്. ജിൻഡോ കോഴി ഉറക്ക കൂവിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, എന്റെ കാല് കൂട്ടിനകത്തുണ്ടായിരുന്നു ബിഗ് ബോസ്, കാല് കൂട്ടിനകത്തുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇപ്പുറത്തുകൂടി അർജുൻ കോഴി കൂട്ടിനകത്തേക്ക് വന്ന് കയറി. കൂടുതലൊന്നും ചോദിക്കാൻ വേണ്ടി ബിഗ് ബോസ് നിന്നില്ല. അർജുന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. തുടർന്ന് നടന്നത് തീറ്റ ശേഖരിച്ചത് എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അർജുൻ കോഴി ശേഖരിച്ച തീറ്റ എണ്ണി നോക്കിയപ്പോൾ 25 എണ്ണമേ ഉള്ളൂ. എന്നാൽ മൂന്നാമത് പുറത്തായ സിജോ കോഴി 26ഓളം തീറ്റ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. 5ാമത് പുറത്തായ ശ്രീതു കോഴി 40 തീറ്റയും ശേഖരിച്ചു. ടിക്കറ്റ് ഫിനാലെ അങ്ങേയറ്റം എഫേർട്ട് ഇട്ട് കളിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കാം, ഇനിയുള്ള ഗെയിമുകളും ടാസ്കുകളും അപ്രസക്തമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടുമായിരിക്കാം അഭിഷേക് എന്ന കോഴി യാതൊരു എഫേർട്ടും ഇട്ടില്ല. പാട്ട് കേൾക്കുമ്പോൾ എല്ലാ കോഴികളും കളം നിറഞ്ഞ് ഡാൻസ് കളിക്കുന്ന സമയത്തും അഭിഷേക് വെറുതെ ഇങ്ങനെ അനങ്ങിനങ്ങി നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്, അഭിഷേക് ഡാൻസ് കളിക്കണം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അഭിഷേക് ആ വഴി തന്നെ പിന്നെയും തുടർന്നു. ആ പാട്ട് തീർന്നപ്പോൾ എല്ലാ കോഴികളും കൂടുതിരക്കി ഓടുന്ന സമയത്ത് അഭിഷേക് അവിടെ തന്നെ നിന്നുകൊടുത്തു. അങ്ങനെ ഋഷി എന്ന കുറുക്കൻ അഭിഷേകിനെ പിടിച്ച് പിച്ച് ചീന്തിക്കളഞ്ഞു. ഒടുവിൽ ടാസ്ക് അവസാനിച്ചപ്പോൾ അവസാനമായി കൂട്ടിനകത്ത് കയറി രക്ഷപ്പെട്ട അർജുൻ എന്ന കോഴിക്കും 40ഓളം തീറ്റകൾ ശേഖരിച്ച ശ്രീതു എന്ന കോഴിക്കും ഓരോരോ അഭിനന്ദനങ്ങൾ മാത്രമാണ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ആരാണ് ഈ ടാസ്കിലെ വിജയി എന്നുള്ളത് ബിഗ് ബോസ് വ്യക്തമായി പ്രഖ്യാപിച്ചുമില്ല. ബിഗ് ബോസിനും തോന്നിയിട്ടുണ്ടാവും ഏകദേശം കളികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ നടക്കുന്നതൊക്കെ വെറും ചടങ്ങുകൾ മാത്രം, നേരം പോക്ക് മാത്രം. അതുകൊണ്ട് തന്നെ ബാക്കി അനൗൺസ്മെന്റും കാര്യങ്ങളും വിജയപ്രഖ്യാപനങ്ങളും ഒക്കെ വെറും അപ്രസക്തമായ വാചാലതകൾ മാത്രം. അതുകൊണ്ട് രണ്ടാൾക്കും ഓരോ അഭിനന്ദനങ്ങൾ ഇരിക്കട്ടെ.